നമസ്കാരം. തിരക്ക് പിടിച്ചൊരു ലോകത്തിലാണല്ലേ നമ്മളെല്ലാവരും ജീവിക്കുന്നത്. അതിവേഗം ചലിക്കുന്ന ഒരു ജീവിത ദിനചര്യയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. ചെറിയ കുട്ടികൾ മുതൽ, അതായത് ഒരുവിധം വളർന്ന് വരുന്ന കുട്ടികൾ മുതൽ പ്രായമായ ആളുകൾ വരെ എല്ലാവരും വളരെ തിരക്ക് പിടിച്ചൊരു ലൈഫാണ്. അതിൽ തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളാണ് ബഹുഭൂരിപക്ഷം. ഇന്ന് ആരുടെ കയ്യിൽ നോക്കിയാലും നമുക്ക് മൊബൈൽ ഫോൺസ് കാണാൻ സാധിക്കും. അവരും സ്മാർട്ട് ലോകത്തിലേക്ക് മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവരിന്ന് TV അതുപോലത്തെ മാധ്യമങ്ങൾ കാണുന്നതോ അല്ലെങ്കിൽ അതിലൂടെ വാർത്തകൾ അറിയാൻ ശ്രമിക്കുന്നതോ കുറവാണ്. കൂടുതലും കാര്യങ്ങൾ അറിയുന്നത് ഇന്നത്തെ ഈ സ്മാർട്ട് ഫോണിലൂടെയാണ് അല്ലേ. ഈ തിരക്കുകൾക്കിടയിലും നമ്മളെ തിരക്കി വരുന്ന ചില ആളുകൾ ഉണ്ടാകാം. അപ്പോൾ അവരെങ്ങനെയാണ് നമുക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്നത്, അതിനെപ്പറ്റി പറയാനാണ് ആഗ്രഹിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ആളുകൾ നമ്മളെ തേടിയെത്തുന്ന അവരുടെ സമയം, ഇഷ്ടമില്ലാത്ത ആളുകൾ നമ്മളെ ഒഴിവാക്കുന്ന അവരുടെ തിരക്കുകൾ, എന്തായിരിക്കാം ഇത് തമ്മിലുള്ള വ്യത്യാസം? അതിനെപ്പറ്റി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് നമ്മളെ പ്രസൻസ് വേണം, അല്ലെങ്കിൽ നമ്മളോട് ചേർന്ന് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. അവർ എത്ര തിരക്കിലാണെങ്കിലും നമുക്കായിട്ട് അവർ സമയം കണ്ടെത്തും. അതാണ് നമ്മളോട് സ്നേഹമുള്ള ആളുകളുടെ ലക്ഷണം എന്ന് പൊതുവെ പറയുന്നുണ്ട്. ഒപ്പം നമ്മളെ അവഗണിക്കുന്ന ആളുകൾ അവരെപ്പോഴും തിരക്കിലായിരിക്കും, എന്നും തിരക്കിലായിരിക്കും. അവർക്ക് തിരക്കൊഴിഞ്ഞിട്ട് നേരം ഉണ്ടാവില്ല. എനിക്കോ അല്ലെങ്കിൽ എന്നെ കാണുന്ന നിങ്ങൾക്കോ ഇതേ ഒരു അനുഭവം പലപ്പോഴും ഉണ്ടായിട്ടുണ്ടാവില്ലേ ജീവിതത്തിൽ? തീർച്ചയാണ്. ഒരിക്കൽ പോലും ഇങ്ങനെയൊക്കെ അനുഭവിക്കാതെ പോയിട്ടുണ്ടാവുന്ന ആളുകൾ വളരെ വിരളമായിരിക്കാം. എന്നിരുന്നാലും ഞാൻ പറയുകയാണ്, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ നിർവചിക്കുന്നത്. സ്നേഹമുള്ള ആളുകൾക്ക് എപ്പോഴും സമയമുണ്ടാവും നമ്മുടെ അടുത്ത് വരാനും, നമ്മളെ അന്വേഷിക്കാനും, നമ്മളെ വിളിക്കാനും, മെസ്സേജ് ചെയ്യാനും ഒക്കെ. കാര്യം കാണാനായിട്ട് വരുന്ന ആളുകളും ഉണ്ടാകാം, അത് വേറൊരു പക്ഷം. എന്നിരുന്നാലും സ്നേഹം കൊണ്ട് സമയമുണ്ടാക്കി നമ്മളെ തേടിയെത്തുന്ന ആളുകൾ വളരെ കൂടുതൽ ആണോ കുറവാണോ എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങളുടെ അനുഭവങ്ങളിലേക്കൊന്ന് കണ്ണോടിക്കുക, നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളിലേക്കൊന്ന് കണ്ണോടിക്കുക, നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഒപ്പം നമ്മളെ തിരക്കിലാണെന്ന് പറഞ്ഞ് ഒഴിവാക്കപ്പെടുന്ന ഒരുപറ്റം ആളുകളെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും നമ്മളെ സ്നേഹിക്കുന്ന ആളുകളെ തിരിച്ച് സ്നേഹിക്കാനും അവർക്കായിട്ട് സമയം ചെലവിടാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നൊരു കുഞ്ഞാശയം പങ്കുവച്ചുകൊണ്ട് നിർത്തുന്നു. ഏറെ സ്നേഹത്തോടെ ശ്രീ മുൻ കണ്ണൻ. താങ്ക് യു.